സ്പന്ദനം എന്ന പേരിൽ സ്കൂൾ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും തുമ്പൂർ മൂഴി പ്ലാന്റിന്റെ ഉദ്ഘാടനവും കരവാളൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം പുനലൂർ MLA PS സുബാൽ നിർവഹിച്ചു. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-നബീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. അപ്പോൾ നമ്മുടെ സ്കൂളുകളുടെ എല്ലാം ഒരു സ്ഥിതി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മുടെ ഒരു കുംഭമേളയിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി വൈറലായി. ആ പെൺകുട്ടി ഇവിടെ ഒരു ഉദ്ഘാടന ചടങ്ങിന് വന്നു. ആ പെൺകുട്ടിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? കുട്ടി പറഞ്ഞു, ഞാനും പഠിച്ചിട്ടില്ല, ഞങ്ങളുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയും സ്കൂളിൽ പഠിച്ചിട്ടില്ല. എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവിടെ സ്കൂളില്ല പഠിക്കാൻ. മധ്യപ്രദേശിലാണ്. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞപ്പോൾ 20,000 സ്കൂളുകളാണ് നമ്മുടെ രാജ്യത്ത് പൂട്ടിയത്. കേരളത്തിലൊരു വിദ്യാലയവും പൂട്ടിയില്ല എന്ന് മാത്രമല്ല, പുതിയ വിദ്യാലയങ്ങളും കേരളത്തിൽ തുടങ്ങി. അപ്പോൾ നമ്മുടെ സർക്കാർ ഈ കാര്യത്തിൽ കാണിക്കുന്ന ഒരു ജാഗ്രത, നമ്മുടെ സ്കൂളുകൾ എത്ര മനോഹരമായി കൊണ്ടുവരാൻ കഴിയും. ഇവിടെ പൂർത്തീകരിച്ച് കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ മന്ദിരം എത്ര മനോഹരമായിട്ടുള്ളൊരു കെട്ടിടമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നും. കരവാളൂർ LP സ്കൂളിന്റെ 102ാം വാർഷികാഘോഷവും ദീർഘകാല സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രഥമ അധ്യാപിക പ്രീത K, അധ്യാപികമാരായ വസന്ത L, ലീല K എന്നിവർക്ക് യാത്രയയപ്പും കരവാളൂർ പഞ്ചായത്ത് സ്കൂളിനായി അനുവദിച്ച മാലിന്യ സംസ്കരണത്തിനുള്ള തുമ്പൂർ മൂഴി പ്ലാന്റിന്റെ ഉദ്ഘാടനവുമാണ് നടത്തിയത്. PTA പ്രസിഡന്റ് കാൻഡിഡ ഫെർണാണ്ടസ് അധ്യക്ഷയായിരുന്നു. സീനിയർ അസിസ്റ്റന്റ് ജോമ വർഗീസ് സ്വാഗതം പറഞ്ഞു. SRG കൺവീനർ ജാസിമോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം K ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. നല്ല ടീച്ചർമാരായിരുന്നു, ഇഷ്ടമാണോ എല്ലാവർക്കും? അപ്പൊ ടീച്ചർമാർ പോണോ പോണ്ടേ? പോണ്ട. അയ്യോ, ടീച്ചർമാർ റിട്ടയർ ചെയ്ത് പോണോ അതോ അടുത്ത വർഷവും നിങ്ങളെ പഠിപ്പിക്കണോ? ഇതിൽ പരം ഒരു അംഗീകാരം ഇനി ഒരു ടീച്ചർമാർക്കും കിട്ടാനില്ല. ഇതേ ഞാനൊക്കെ കോളേജ് പഠിപ്പിച്ചുവെന്ന് ഇവർ പറയുന്നെങ്കിൽ MLA ഒക്കെ എവിടെ വന്നാലും പറയും, ഞാൻ കോളേജിലെങ്ങും ഒന്നും പഠിപ്പിച്ചിട്ടില്ല, എങ്ങനെങ്കിലും പോണേന്നാണ് അവിടുത്തെ കുട്ടികൾ ആലോചിച്ചിരുന്നത്. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, നമുക്കൊരു കുഞ്ഞുങ്ങളുടെ കോളേജിലൊക്കെ പിന്നെ പഠിപ്പിക്കുന്നതിനുള്ള പരിമിതികളൊക്കെ ഉണ്ടല്ലോ. തന്നെയല്ല, ഇനി ഈ പോക്ക് പോയാൽ MLA കോളേജുകളിൽ ഒത്തിരി ആളൊന്നും ആരും പഠിപ്പിക്കാൻ പോണ്ടി വരത്തില്ല. ആ പരുവായിട്ടുണ്ടപ്പോൾ ഇവിടെ MLA പറഞ്ഞപ്പോൾ ഒരു കാര്യം ശരിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ സമയം നോക്കുന്നത് ഈ പ്രീ പ്രൈമറി ടീച്ചർമാരും ലോവർ പ്രൈമറി സ്കൂൾ അധ്യാപകരും മറ്റുമാണ്. അവരുടെ സ്വഭാവ രൂപവൽക്കരണം, കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപവൽക്കരണം നടക്കുന്നത്, നാച്ചുറലായി നടക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇൻ്റലിജൻസ് കോൺഷ്യസിൻ്റെ വളർച്ച ഉണ്ടാകുന്നത് ഒരു 3 വയസ്സ് മുതൽ 7, 8, 9 വയസ്സ് വരെയൊക്കെയാണ്. അതിനുശേഷം പിന്നെ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ആവുന്നത്. ജനിച്ചു വീഴുന്ന എല്ലാവർക്കും ഏറിയും കുറഞ്ഞുമൊക്കെ ഒരേ നിലവാരമൊക്കെയാണ്. വളരെ കുറച്ച് ശതമാനമാണ് പിന്നെ ബുദ്ധി മാന്ദ്യം സംഭവിക്കുന്നത്. 1, 2 ആളുകളെങ്ങാനും വളരെ അധികമായ കപ്പാസിറ്റിയിൽ ജനിക്കുന്നവരും ഉണ്ടാകാം. പക്ഷേ ബാക്കിയെല്ലാം ഏകദേശം ഒരേ നിലവാരത്തിലുള്ളവരാണ്. അവരുടെ പ്രയത്നം കൊണ്ടും മറ്റും, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ രീതി കൊണ്ടും മറ്റ് പല കാരണങ്ങളാൽ ചിലർ ഉന്നത പടവുകളിൽ എത്തുന്നു, ചിലർ തഴയപ്പെടുന്നു. അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ ഭാഗമാണ്. ആരാണ്ടൊക്കെ അവിടെ വീണ്ടും LSS പ്രതിഭകളെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അനുമോദിച്ചു. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ലതികമ്മ തുമ്പൂർ മൂഴി പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ക്ലാസ്സിലെ പ്രതിഭകളെ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S ബിന്ദു അനുമോദിച്ചു. സ്കൂൾ കലാമേള സമ്മാന വിതരണം വാർഡ് മെമ്പർ അനൂപ് ഉമ്മൻ നിർവഹിച്ചു. സ്കൂൾ സ്പോർട്സ് സമ്മാന വിതരണം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിഷ മുരളി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K യോഹന്നാൻകുട്ടി, പഞ്ചായത്ത് മെമ്പർ ലക്ഷ്മി GS, BPC ഷീലാമണി, SMC വൈസ് ചെയർമാൻ ഷാർലി ബെഞ്ചമിൻ, PTA വൈസ് പ്രസിഡന്റ് ബിജു, MPTA പ്രസിഡന്റ് ജ്യോതി, അധ്യാപിക ബിന്ദു കൃഷ്ണ, പ്രീ പ്രൈമറി അധ്യാപിക സവിത D, സ്കൂൾ ലീഡർ എമിൽ വർഗീസ് എന്നിവർ ആശംസകൾ നേർന്നു. GLPS ഹെഡ് മിസ്ട്രസ് പ്രീത K, അധ്യാപിക വസന്ത L, സംഗീത അധ്യാപിക ലീല K എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ഏറെ സന്തോഷമുണ്ട്, ഒരുപാട് അഭിമാനവുമുണ്ട്. പല
സന്ദർഭങ്ങളിലും എനിക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരുപാട് സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ മോൾക്ക് ഒരു 6.5 വയസ്സായപ്പോൾ ഒരു സർജറി വന്നു. കാസർഗോഡ് ഉണ്ടാകുമ്പോൾ നമ്മൾ ചികിത്സിക്കാൻ പോകുന്നത് മംഗലാപുരത്താണ്. മംഗലാപുരം എന്ന് പറഞ്ഞാൽ കർണാടക സ്ഥലമാണ്, കന്നഡയാണ് അവിടുത്തെ ഭാഷ. നമുക്ക് എല്ലാം ഒന്നും മനസ്സിലാവില്ല, കുറേയേറെ മനസ്സിലാവും, പക്ഷേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ മലയാളികളല്ലേ. കുഞ്ഞിന് എന്താണ് അസുഖം, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, 2ാമത്തെ ഓപ്പറേഷന് നമ്മൾ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. ഞങ്ങൾക്ക് ആകപ്പാട് വേവലാതി. ആ ഡോക്ടേഴ്സിനും നന്നായി ഇംഗ്ലീഷിൽ പറഞ്ഞു തരുമെങ്കിലും നമുക്ക് അതിൻ്റെ അവരുടെ മെഡിക്കൽ സയൻസിലെ വിഷയങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടല്ലോ. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഏറെ പ്രയാസം. അപ്പോഴാണ് തിയേറ്ററിൽ നിന്നൊരു കുട്ടി പുറത്തോട്ട് വന്ന് പച്ചക്കോട്ടൊക്കെ ഇട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ എൻ്റെ തോളിൽ തട്ടോ, ഞങ്ങളെല്ലാം കരയുമോ, ടീച്ചറെ ഒട്ടും വിഷമിക്കണ്ട, മോക്ക് ഇന്നതാണ് കാര്യം, ഒരു കുടല് മറിഞ്ഞതാണ് പ്രശ്നം. പക്ഷേ ആ കാര്യം ഞാനിങ്ങനെ ആ കുട്ടിയെ നോക്കി, ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയായിരുന്നു, ഏറ്റവും അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു അന്നത്തേത്. പഞ്ചായത്തിനോടൊപ്പം ചേർന്ന് നിന്നുണ്ട്, അല്ലെങ്കിൽ അന്നമ്മ ടീച്ചർ പഞ്ചായത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് അന്ന് ഇവിടെ അഡീഷണൽ ക്ലാസ് റൂമും മറ്റും തുടങ്ങി വെച്ചത്. അപ്പോൾ അഡീഷണൽ ക്ലാസ് റൂമൊക്കെ വന്നപ്പോഴത്തേക്കും അന്ന് ഞാനിവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ഷിഫ്റ്റ് സമ്പ്രദായമാണ്. കുഞ്ഞുങ്ങൾക്ക് ഷിഫ്റ്റാണ്, 1-2 ക്ലാസ്സൊക്കെ ഷിഫ്റ്റായി. എന്തുകൊണ്ട്? ധാരാളം കുഞ്ഞുങ്ങളുണ്ട്, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് പഠിക്കുവാനുള്ള സ്ഥലമില്ല. 50 കുട്ടികളൊക്കെയാണ് അന്ന് ക്ലാസ്സിലുള്ളത്. 1ാം ക്ലാസ്സിൽ 1ലെ കുഞ്ഞുങ്ങളെ ഉച്ചവരെ പഠിപ്പിക്കും. ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്നതേ 1ാം ക്ലാസ്സിന്റെ ചാർജ് എടുത്താ. അപ്പോൾ 1ാം ക്ലാസ്സുകാർ ഉച്ചവരെ പഠിക്കും, ഉച്ചയ്ക്ക് ശേഷം 2ാം ക്ലാസ്സുകാരാ പഠിക്കും. എന്തായാലും ദൈവത്തിന്റെ നിയോഗമാണ്. ഞാനും പഠിച്ച ഈ സ്കൂളിൽ നിന്നും എനിക്ക് ഇത്രയും വളരെ സ്നേഹത്തോടുകൂടി പ്രിയപ്പെട്ട പ്രീത ടീച്ചറിൻ്റെയും വസന്ത ടീച്ചറിൻ്റെയും കൂടെ എന്നെയും അവർ ഈക്വലായിട്ട് ചേർത്ത് നിർത്തി ഈ സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകർ, PTA, MPTA, നാട്ടുകാർ എല്ലാവരും എന്നെ ഒരുമയോടെ ഞങ്ങളെ നോക്കി കണ്ടതിന് ഒരുപാട് നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. ഈ തന്ന എല്ലാ ആദരവുകൾക്കും 1000 നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടത്തി. Kalam
സാധിക്കൂ. അധ്യാപിക ദീപ റാണി നന്ദി പറഞ്ഞു. റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ. പുനലൂരിന്റെ പൊൻതിളക്കം അൽനവീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽനവീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69991.